ഒരുപാട് അറിവുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അറിവുകൾക്കെല്ലാം നമ്മൾ ഒരുപാട് പേരോട് കടപ്പെട്ടതാണ്. നമ്മൾ ലോകത്തിലെ പല കാര്യങ്ങളെയും പല വീക്ഷണകോണുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ നമ്മൾ വീക്ഷിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു മതത്തിന് ചെയ്യാൻ പറ്റുന്നതിലും ഒരു പൊളിറ്റിക്സിന് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ മാനവരാശിക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തേക്കുന്നത് എന്താണ്? അത് സയൻസിൻ്റെ വളർച്ചയാണ്. സയൻസിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അത് എത്ര പേർക്ക് ഉപകാരപ്പെടുന്നു എന്ന് പറയുന്നതിന് ഒരു അൺലിമിറ്റഡ് നമ്പറായിരിക്കും. വൈദ്യശാസ്ത്രത്തിന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡൻ്റൽ ഇൻവെൻഷൻ എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം. കാരണം അദ്ദേഹത്തിൻ്റെ ലാബിൽ സ്റ്റെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയനെ ഈ സ്ലൈഡിനകത്താക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ആക്സിഡൻ്റലായിട്ട് ശ്രദ്ധിച്ചപ്പം അതിൽ ചില ഭാഗങ്ങളിൽ ഒരു പൂപ്പൽ വന്ന് പൂപ്പൽ വന്ന് ചില ഭാഗത്ത് ബാക്ടീരിയയുടെ പ്രവർത്തനം നിശ്ചലമായി പോകുന്നു, അല്ലെങ്കിൽ ബാക്ടീരിയ ചത്തുപോയതായിട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം ആ ബാക്ടീരിയനെ എടുത്തു, അതിൽ നിന്നുണ്ടായ ആ മോളിനെ സ്റ്റെയിൻ ചെയ്തു, ആ പൂപ്പലിനെ സ്റ്റെയിൻ ചെയ്ത് അതിൽ നിന്ന് പെൻസിലിൻ എന്ന ഒരു ആൻറ്റിബയോട്ടിക്കിനെ ഉണ്ടാക്കി. ആ ആൻറ്റിബയോട്ടിക്കാണ് അതിന് കാരണമെന്ന് മനസ്സിലായി. അതിൽ നിന്ന് അതിനെ ശുദ്ധീകരിച്ചെടുത്ത് പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്കിനെ ലോകത്താദ്യമായിട്ട് ഇൻവെൻഷൻ നടത്തിയത് അദ്ദേഹമാണ്. ഒരു ആക്സിഡൻ്റൽ ഇൻവെൻഷനാണ്. കാരണം അദ്ദേഹം തൻ്റെ പഠനങ്ങൾക്കും ലാബുകളിലും പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിൽ ആക്സിഡൻ്റലായിട്ട് കണ്ടുപിടിച്ചതാണ്. പക്ഷേ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം ആക്സിഡൻ്റലായിട്ട് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാലും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വേറെ എല്ലാത്തിനെയും മാറ്റി വെച്ച് അദ്ദേഹത്തിന് അതിൽ ശ്രദ്ധിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അന്വേഷണധ്വരയുണ്ടായിരുന്നു. ഇന്നൊന്ന് ഓർത്ത് നോക്കി, ഈ ആൻറ്റിബയോട്ടിക് എടുക്കാത്തൊരു മനുഷ്യൻ ഈ ലോകത്തുണ്ടാവുമോ? ഏത് മനുഷ്യനാണേലും അയാളുടെ ജീവിതത്തിൽ ഒന്നെങ്കിലും ഈ ആൻറ്റിബയോട്ടിക് എടുക്കാത്ത അവസ്ഥ ഉണ്ടാവുമോ? അപ്പം ലോകത്തിൽ ഓരോ ആൻറ്റിബയോട്ടിക്കിൻ്റെ മെഡിസിൻ എഴുതുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ ഗുണമുണ്ടാകുമ്പോഴും ഓരോ വ്യക്തിയും അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന മഹാമനുഷ്യനെ മനസ്സിൽ ധ്യാനിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയുടെ അനുഗ്രഹമാണ് അവരെല്ലാം അനുഭവിക്കുന്നത്. ഏത് സിസ്റ്റത്തിന് ഇത്രയും നന്മ ചെയ്യാൻ പറ്റും? ഇനി അടുത്തതെടുത്തോ, ലൂയിസ് പാസ്റ്റർ. ഇത് ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ഇത് വൈറസുകളാണ്. അതായത് മൈക്രോബയോളജി പഠിച്ചൊരു മനുഷ്യൻ, അതിൽ PhD എടുത്ത് ഡോക്ടറേറ്റ് എടുത്ത ഒരു മനുഷ്യൻ, അയാൾക്ക് ചെറുപ്പകാലത്ത് എവിടെയോ ഒരു പേപ്പട്ടി കടിച്ച ഒരു കുഞ്ഞിനെ പിടിച്ചു നിർത്തി ആ പേപ്പട്ടിയുടെ വൈറസ് ശരീരം മുഴുവൻ വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തിളപ്പിച്ചൊഴിക്കുന്ന ഒരു ഭീകര ദൃശ്യം, ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അയാളുടെ മനസ്സിൽ മരണം വരെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇൻഫ്ലുവൻസിൽ അദ്ദേഹം അന്ന് തൊട്ട് ചിന്തിക്കാൻ തുടങ്ങി ഈ അസുഖത്തിന് ഒരു മരുന്ന് കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ലൂയിസ് പാസ്റ്ററുടെ സംഭാവനയാണ് വാക്സിൻ. കാരണം വൈറസുകൾക്ക് പരിധി നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ ബോഡിയുടെ ഇമ്മ്യൂണിറ്റീനെ ഒരു പ്രാവശ്യമെങ്കിലും ഉണർത്തി അതിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കാൻ ബോഡിയെ കൊണ്ട് തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ആശയം എന്ന് പറയുന്നത് ലൂയിസ് പാസ്റ്ററുടെയാണ്. അദ്ദേഹത്തിൻ്റെ പാസ്ചറൈസേഷൻ, അങ്ങനെ ഒരുപാട് ഫീൽഡുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്സിനേഷൻ്റെ ഉത്ഭവത്തിലേക്ക് വിരൽ ചൂണ്ടിയത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ഇന്ന് കൊറോണ വന്ന് ഇത്രയും ആളുകളെ രക്ഷിക്കാൻ എങ്ങനെയാണ് പറ്റിയത്? വാക്സിനേഷൻ മൂലം. അതിന് പെട്ടെന്ന് ചെയ്തതുകൊണ്ട് അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ആത്യന്തികമായിട്ട് ഇത്രയും മനുഷ്യജീവനെ പിടിച്ചു നിർത്താൻ സഹായിച്ചത് ആ വാക്സിൻ തന്നെയാണ്. ലൂയിസ് പാസ്റ്റർ എന്ത് കണ്ടുപിടിച്ചു അത് തന്നെയാണ് വേറൊരു രീതിയിലേക്ക് ഉപകരിക്കുന്നത്. ഓർത്തു നോക്കി, ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിലും ഈ വാക്സിനേഷൻ ഇല്ലെങ്കിൽ എന്തെല്ലാം അസുഖങ്ങളിലേക്ക് അവർ പോയേനെ. മാനവരാശിക്ക് ഇത്രമാത്രം നന്മ ചെയ്ത ഒരു മനുഷ്യൻ വേറെയുണ്ടോ? ഇത്രമാത്രം ലോകത്തിന് ഉപകാരപരമായ ഒരു കാര്യം ചെയ്ത ഏത് വ്യക്തിയാവുള്ളത്? മരണം വരെ, ലോകമുണ്ടാകുന്നിടത്തോളം കാലം
ലൂയിസ് പാസ്റ്റർ എന്നും അലക്സാണ്ടർ ഫ്ലെമിങ്സ് എന്നുള്ള പേര് മറന്നു പോവോ? എന്നാൽ ഇവർ കണ്ടുപിടിച്ചതിൻ്റെ മേളിലേക്ക് കയറ്റി വയ്ക്കാൻ നമുക്കാർക്കും പറ്റിയിട്ടില്ല. അവിടെയാണ് അതിൻ്റെ പരാജയം. എന്തുകൊണ്ടാണ്? അത്രയും ഇൻറ്റൻഷനലി മോട്ടിവേറ്റഡ് ആയ ഒരു വ്യക്തിയില്ലായിരുന്നു. കാരണം നമ്മൾ വീണ്ടും ചിന്തിച്ചാൽ പൊളിറ്റിക്സ്, സാമ്പത്തികം, ഇങ്ങനെയുള്ള ആശയങ്ങൾ വിട്ട് മാനവരാശിക്ക് ഉതകുന്ന രീതിയിൽ മാനവരാശിയിലെ സയൻസ് എവിടെയൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്നു, അതല്ലെങ്കിൽ എവിടം വരെ സയൻസിന് എത്താൻ പറ്റുമോ അതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പരിമിതിയായിട്ട് നിൽക്കുന്ന അവസ്ഥകൾ എന്തൊക്കെയാണോ അതൊക്കെ കണ്ടുപിടിച്ച് ആ പരിമിതികളെല്ലാം പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അവരെ ചെറുപ്പത്തിലേ മനസ്സിലാക്കിച്ചാൽ മാത്രമേ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് വളരാൻ പറ്റൂ. കാരണം എന്തുകൊണ്ട് വൈറസിനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല? വൈറസിനെ നശിപ്പിച്ചാൽ വൈറസിൻ്റെ ഉള്ളിലെ സെല്ലിനുള്ളിലെ പ്രത്യേകത എന്തൊക്കെയാണോ അതെല്ലാം പ്രത്യേകത മനുഷ്യ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് വൈറസിന് കൊടുക്കുന്ന ഏത് മെഡിസിനും, വൈറസിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഏത് മെഡിസിനും മനുഷ്യൻ്റെ ശരീരത്തിലെ സെല്ലിനെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് വൈറസിന് എന്ത് ദോഷം ഉണ്ടാക്കുന്നു അതേ ദോഷം മനുഷ്യനും ഉണ്ടാവും. അതാണതിൻ്റെ പരാജയം. അതുകൊണ്ട് കൊന്നു കളയാൻ പറ്റുന്നൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബോഡിയെ കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. എന്നാൽ കൊന്നു കളയാൻ പറ്റുന്ന ഒരു സെൽ ടു സെൽ അറ്റാക്ക് ചെയ്യാൻ ഒരു ടാർഗറ്റഡ് തെറാപ്പി പോലെ ആ കാര്യത്തെ മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സയൻറ്റിഫിക്കൽ വിഭാഗം ഇവിടെ ഉണ്ടാവുകയാണെങ്കിലോ ക്യാൻസർ പോലും പരിധിയിലായി. കാരണം ആ സെല്ലിനെ മാത്രം നശിപ്പിച്ച് കളഞ്ഞാൽ മതി. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന, അങ്ങനെയൊക്കെ ചിന്തിച്ച് വളരാൻ പറ്റുന്ന ഒരു തലമുറയെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഈ ലൂയിസ് പാസ്റ്റർ മരിച്ചിട്ട് ഇത്രയും കാലഘട്ടമായി മുകളിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സയൻസിന് നമുക്ക് രൂപം കൊടുക്കാൻ പറ്റുന്ന ഭാവനാശേഷിയുള്ള വ്യക്തികൾ ഉണ്ടാകുന്നില്ല. അപ്പം ഈ രീതിയിലേക്കൊക്കെ സയൻസിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ആലോചിക്കുകയും അതിനെക്കുറിച്ച് ക്യൂരിയസ് ആക്കുകയും ചെയ്താൽ മാത്രമേ അടുത്ത ഒരു തലമുറയെ നിയന്ത്രിക്കാൻ പറ്റുന്ന, ലോകത്തെ മുഴുവൻ മാനവരാശിക്കും ഗുണമാകുന്ന മരുന്നുകളും മെഡിസിനുകളും കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ പുതിയ തലമുറകളിലേക്ക്, പുതിയ കാലഘട്ടത്തിന് അനുഗ്രഹപ്രദമാകുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ നമ്മളെല്ലാം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, എത്രമാത്രം പൈസയാണ് മനുഷ്യനെ കൊല്ലാനും നശിപ്പിക്കാൻ പറ്റുന്ന അണുവായുധങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എത്രമാത്രം ചർച്ചകളാണ് നടക്കുന്നത്. ശരിക്കും ചർച്ച ചെയ്യേണ്ടത് എന്താ? മാനവരാശിക്ക് ഗുണകരമായി മാറുന്ന കാര്യങ്ങളിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന കാര്യങ്ങളല്ലേ ശരിക്കും ഉണ്ടാകണ്ടേ? എല്ലാം പോസിറ്റീവായി മാറട്ടെ, ലോകത്തിന് മുഴുവൻ നന്മയായി, മുഴുവൻ മാനവരാശിക്ക് നന്മയായി മാറുന്ന കണ്ടുപിടുത്തങ്ങളും അറിവുകളും പുതിയ പുതിയ തലമുറകളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കാം, പ്രതീക്ഷിക്കാം.